ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് ഗെയിമിങ്ങിന് വേണ്ടി തന്നെയായിട്ട് ഒരു എയർഡോപ്സ് പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു 1500 രൂപ താഴെ ഒരു ബെസ്റ്റ് എയർഡോപ്സ് അല്ലെങ്കിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ബെസ്റ്റ് എയർഡോപ്സ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ്, വേറൊരു മോഡലും നോക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ സ്പെസിഫിക്കേഷൻ അതുപോലെ ഡിസൈൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നിയത്, അതായത് ഗെയിമിങ്ങിന് വേണ്ടി തന്നെയായിട്ട് ഇറക്കിയിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ അതിന് വേണ്ടിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ ഈ ഒരു ഇത് ഗെയിമിങ്ങിന് വേണ്ടി മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കണോ അല്ലെങ്കിൽ സിനിമ കാണുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യണം, നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളൂ, അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവർ നോക്കുന്നത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിതുവരെ ഇതിൻ്റെ മോഡൽ ഏതാണെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ബോട്ട് എയർഡോപ്സ് 191G എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഇത് തീം ചെയ്തിരിക്കുന്നത് മൈൻക്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ അവരുടെ ആ ഒരു ഒഫീഷ്യൽ പേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. ആ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ആ ഒരു തീം സെറ്റപ്പാണ് ആ ഒരു ഡിസൈനിൽ വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക് ബിൽഡാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് റെഡ്, പിന്നെ ബ്ലാക്ക്, പിന്നെ ഗ്രേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഗ്രേ ആണോ ബ്ലൂ ആണോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പം ഗ്രേ ആണോ എന്ന് പറയാൻ പറ്റില്ല. പിന്നുള്ളതെന്ന് പറയുന്നത് വൈറ്റ്. ഈ ഒരു 4 കളറാണ് വരുന്നത്. അതുപോലെ ഇതൊരു ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയുള്ളൊരു മോഡലായതുകൊണ്ട് തന്നെ അതിൻ്റേതായുള്ള ഒരു ഡിസൈനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു കേസിൽ ഒരു ബ്രീത്തിങ് LED എന്ന് പറയുന്ന സെറ്റപ്പ് ഉണ്ട്. അത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ഗെയിമിംഗ് മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. LED കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഏകദേശം ഓവറോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ, വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ. ഗെയിമിംഗ് എന്ന് പറഞ്ഞ് ഇറക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഗെയിമിങ്ങിന് വേണ്ടിയായിട്ട് ഇറക്കുന്ന ഒരു മോഡലായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു തീമും കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും. പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും അത് യൂസ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയായിട്ട് നോയ്സ് ക്യാൻസലേഷനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ENX എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ ആ ഒരു ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എയർഡോപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് IPX5ൻ്റെ വാട്ടർ റെസിസ്റ്റൻസി ആൻഡ് സ്വെറ്റ് റെസിസ്റ്റൻസി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്ര വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള വെള്ളം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയെന്ന് വെച്ച് ആ ഒരു എയർഡോപ്സ് അടിച്ചു പോകില്ല. പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങളുകൊണ്ട് വെള്ളത്തിൽ മുക്കുവാനൊന്നും പോകരുത്, അല്ലെങ്കിൽ മഴ നനയാനൊന്നും പോകരുത്. ചെറിയ രീതിയിലുള്ളൊരു റെസിസ്റ്റൻസി മാത്രമാണ് ഇതിൽ റേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു 2 എയർഡോപ്സിലും മൈക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് IWP എന്ന് പറയുന്ന ഒരു ടെക്നോളജി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം. ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി വർക്കാവില്ല, അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വർക്കാവില്ല. നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം. അതുപോലെ നമ്മൾ ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു എയർഡോപ്സ് നമ്മൾ ആ ഒരു കേസിനകത്തുനിന്ന് പുറത്തിറക്കുമ്പോൾ തന്നെ നമ്മൾ പെയർ ചെയ്യാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു ഫോണിലേക്ക് പെയർ ആവുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഇൻസ്റ്റാ വേക്ക് ആൻഡ് പെയർ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പം നല്ലൊരു ടെക്നോളജിയാണ്. നമ്മൾ പെയർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം പെയർ ചെയ്ത ശേഷം നിങ്ങൾ ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്യാണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഒരു കേസിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫോണായിട്ട് പെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു IWP എന്ന് പറയുന്ന ടെക്നോളജി. അതുപോലെ നമുക്ക് ഈ ഒരു മോഡൽ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ആ ഒരു രീതിയിലായിരിക്കും ചാർജിങ് ടൈം വരുന്നത്. അതുപോലെ നമുക്കിതിൻ്റെ റേഞ്ച്, അതായത് ബ്ലൂടൂത്ത് റേഞ്ച് വരുന്നത് നമുക്ക് ഏകദേശം 10 മീറ്ററാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു എയർഡോപ്സിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കറിൻ്റെ സൈസ് വരുന്നത് 6mm ആണ് വരുന്നത്. അതുപോലെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് 400 mAh ഒരു ബാറ്ററിയാണ് കേസിൽ വരുന്നത്. അതുപോലെ 40 mAh ഒരു ബാറ്ററിയാണ് 2 എയർഡോപ്സിനും വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ടോട്ടൽ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത് 30 മണിക്കൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ഒരു എയർഡോപ്സ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള എല്ലാ ഡിവൈസിനും സപ്പോർട്ട് ആകും. അതായത് iOS ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ, അതിൽ രണ്ടിലും ബ്ലൂടൂത്ത് കണക്ഷൻ ഓപ്ഷൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സപ്പോർട്ടാകും എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. USB-C ടൈപ്പാണ് അതിൻ്റെ ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ വരുന്നത്, ചാർജിങ് പോർട്ടും കാര്യങ്ങളും വരുന്നത്. ഓക്കെ, അടുത്തായിട്ട് പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് ഒപ്പീനിയനാണ് ഈ ഒരു മോഡലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ കീറി മുറിച്ചൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും കണ്ടെത്താം. പക്ഷേ അതൊക്കെ സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതെന്ന് പറയുന്നത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയുള്ളൊരു മോഡലാണ്. അതുപോലെ നമുക്ക് അഫോർഡബിൾ ആയുള്ള പ്രൈസാണ് വരുന്നത്. പിന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്, പിന്നെ നല്ലൊരു ബ്രാൻഡാണ്. ഈ ഒരു 4 കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാമെന്നുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതായത് നിങ്ങളാണ് വാങ്ങുന്ന വ്യക്തികൾ. അപ്പം നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങളൊരു ഗെയിമറാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടണം, ആ ഒരു രീതിയിലുള്ളവർക്കാണെങ്കിൽ, ഒരു എയർഡോപ്സ് വേണം എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡൽ ചൂസ് ചെയ്യാം. അല്ലാത്തവർക്കാണെങ്കിൽ മറ്റു മോഡലുകൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ മറ്റ് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. ഒരു ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എയർഡോപ്സ് വേണം,
നിങ്ങൾ മറ്റ് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു, നിങ്ങൾക്ക് ഒരു എയർഡോപ്സിലുള്ള ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു മോഡലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ചോയ്സ് കൊടുക്കേണ്ടത് ഇതായിരിക്കണം. പിന്നെ മറ്റ് ബ്രാൻഡുകൾ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ബോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ മ്യൂസിക് പരമായുള്ള കാര്യങ്ങളൊക്കെ പുറത്തിറക്കുന്ന അല്ലെങ്കിൽ ഓഡിയോ പരമായുള്ള കാര്യങ്ങൾ പുറത്തിറക്കുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു മോഡലും നല്ലൊരു മോഡലായിരിക്കും എന്നല്ല, നല്ലൊരു മോഡലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേ ബാക്ക് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മോഡലാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രാൻഡുകളോ മറ്റ് ബ്രാൻഡുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അറിയാമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക എന്നുള്ളൂ. അപ്പം എനിക്കും അത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി ആ ഒരു ബെൽ ബട്ടനും ഓൾ എന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.